വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. യുണൈറ്റഡ് 1 ഫുള്ളാം 2. ചീഞ്ഞ കളി. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ അത്ര മാത്രമേ പറയാനുള്ളൂ. ചില മൊമെന്റുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഓവറോൾ യുണൈറ്റഡ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഭയങ്കര മോശം കളിയായിരുന്നു. ഫുള്ളാമാണ് ബെറ്റർ ആയിട്ട് കളിച്ചത്. വെൽ ഡിസേർവ്ഡ്. അവർ തന്നെയാണ് വിജയം അർഹിച്ചത്. നമ്മൾ ഒരു വിധത്തിൽ ഡ്രോ മേടിച്ചെടുക്കും, അതല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിന്റെ അവസാനത്തെ ഇഞ്ചുറി ടൈമിൽ ഒരു 3-4 മിനിറ്റ് നമ്മൾ നല്ല കളി പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. ചിലപ്പോൾ 2-1 ജയിച്ചു പോകും എന്ന് വരെ വിചാരിച്ചതാണ്. പക്ഷേ നമുക്കതിനുള്ള യോഗം ഉണ്ടായില്ല. ഫുള്ളാം തന്നെ വെൽ ഡിസേർവ്ഡ് ആയിട്ട് അവർ 2-1 വിജയം സ്വന്തമാക്കി എന്ന് പറയാം. ഓവറോൾ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ യുണൈറ്റഡ് ഒരു സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് ഓവറോൾ ഒരു 10-28 മിനിറ്റ് വരെ നിന്നത്. അപ്പോൾ ഫുള്ളാം ഇങ്ങനെ അവരുടെ കയ്യിൽ പന്തുണ്ടായിരുന്നു, അവർ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവോബിക്ക് 1-2 ചാൻസുകൾ കിട്ടി. അതുപോലെ തന്നെ മുനിയസ് എന്ന് പറഞ്ഞ പ്ലെയറിന് അവന് ചാൻസുകൾ കിട്ടിയിരുന്നു, ഒരെണ്ണം പോസ്റ്റുമ്പോൾ കൊണ്ടുപോയിരുന്നു. അതേസമയം തന്നെ യുണൈറ്റഡ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഗാർനാച്ചോയിലൂടെയാണ്. അതല്ലാതെ ഫ്രണ്ട് 3 പ്ലെയേഴ്സിനൊന്നും കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ്സ് ഉണ്ടായില്ല. ഫ്രണ്ട് 2 പ്ലെയേഴ്സ്, ഒന്ന് ഒമാരി ഫോർസനും മറ്റേത് റാഷ്ഫോർഡും ആയിരുന്നു. റാഷ്ഫോർഡ് സെൻട്രൽ ഫോർവേഡ് ആയിട്ടാണ് കളിച്ചത്. കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പം നമുക്ക് റാഷ്ഫോർഡിന്റെ വീക്ക്നെസ് ഒക്കെ അറിയാമല്ലോ, അദ്ദേഹത്തിന് ഹോൾഡ് അപ്പ് പ്ലേ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലെയർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഹോയ്ലൻഡിന് ഹോൾഡ് അപ്പ് പ്ലേ ഉണ്ട്, ബാക്കിയുള്ള പ്ലേയേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഹോയ്ലൻഡിനെ കൊണ്ടുണ്ട്. അപ്പോൾ റാഷ്ഫോർഡ് വന്നപ്പോൾ അതൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഫോർസറിന്റെ ആദ്യത്തെ കളിയായിരുന്നു. ടീനേജർ ആണ്, കാര്യമായിട്ടുള്ള യാതൊരു വിധ ഇമ്പാക്റ്റ് ഉണ്ടായില്ല. തുടക്കം തന്നെ ചിലപ്പോൾ ഒരു കാർഡ് കിട്ടിയായിരുന്നേനെ, പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോയി. അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്കും ഫോർസറിനെ മാറ്റി തന്നു. അതുപോലെ 1-2 ചെറിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നു. ഡാലോട്ടിന്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അത് പോസ്റ്റുമേ കൊണ്ടുപോയി. അതുപോലെ തന്നെ മഗ്വയറിന് ഒരു ചെറിയ ചാൻസ് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അപ്പുറ സൈഡിൽ നമ്മുടെ പഴയ പ്രീ സീസൺ പിർലോയായ ആൻഡ്രിയസ് പെരേരയ്ക്ക് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഓവറോള്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 0-0 അവസാനിച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കളിക്കും എന്നാണ് വിചാരിച്ചത്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫിന്റെ അവസാനം ഡീസെന്റ് ആയിട്ട് കളിച്ചാണ് നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് തുടങ്ങും, നന്നായിട്ട് ചെയ്യുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ല. കസമീറോക്ക് പെട്ടെന്ന് ഹെഡ് ഇഞ്ചുറി ഒന്ന് കയറി പോകേണ്ടി വന്നു. അതോടുകൂടി തന്നെ മക്ടോമനി വന്നു. അതുപോലെ ഫോർസനെ മാറ്റിയിട്ട് എറിക്സൺ വന്നു. യാതൊരു ഇത് ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കളി പിന്നെ സ്ലോ ആയി, ഫുള്ളാമിനായി പിന്നെ ശരിക്കും കൺട്രോള്. അതുപോലെ അവരുടെ പിന്നീട് ഇതിന് ശേഷം സെറ്റ് പീസിൽ നിന്നുള്ളൊരു ഗോള് വന്നു. പുതുമയൊന്നുമില്ല, നമ്മൾ സെറ്റ് പീസിൽ വീണ്ടും പരാജയമാണെന്ന് ആ ഗോളിലൂടെ കാണാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന മഗ്വയറിന്റെ ആ ഒരു ഗോള്, അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹെഡർ ഉണ്ടായിരുന്നു, അത് പുറത്തേക്ക് പോയി. പക്ഷെ മഗ്വയർ എന്തെങ്കിലും ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് എവിടെ നിന്നൊക്കെയോ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ കുറച്ച് നേരം ഫോർവേഡൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ടായി. അങ്ങനെയാണ് ആ ഗോൾ വന്നത്. അതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ജയിച്ച് കയറും എന്നുള്ള പോലെയൊക്കെ തോന്നിയതാണ്. അവസാനം ആ ഒരു 2-3 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ചില കുറേ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്ലേയേഴ്സൊക്കെ ഫ്രണ്ടിലേക്ക് പോയതുകൊണ്ടാണ് പിന്നെ ബാക്കിൽ സ്പേസ് വന്നത്. അങ്ങനെ അവന്മാർ അത് ഗ്യാപ്പിൽ പോയി കൗണ്ടർ അടിച്ച് ഗോളടിച്ച് ജയിച്ചു. ഇവോബിയാണ് ഗോളടിച്ചത്. ഇവോബിക്ക് ഫസ്റ്റ് ഹാഫിൽ ഒന്നും ഉണ്ടായില്ല, പക്ഷെ ഇത്തവണ പുള്ളിക്ക് ഒന്നും ഉണ്ടായി. അങ്ങനെ 2-1 ജയിച്ചു. നമ്മുടെ 10ാമത്തെ തോൽവിയാണ്. എറിക് ടെൻ ഹാഗിന്റെ മേളിൽ ഇപ്പോൾ വീണ്ടും പ്രഷർ വന്നിരിക്കും. ഇത്രയും ദിവസം പ്രഷർ മാറിയിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീണ്ടും ടെൻ ഹാഗിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്തായാലും ടോപ്പ് 4 ഏറെക്കുറെ ഗോവിന്ദ പോയി എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ടോപ്പ് 6 എന്നുള്ള കാര്യം നോക്കിയാൽ മതി. അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്തായാലും ഉണ്ട്. അതിനിപ്പോൾ കളഞ്ഞു വിളിക്കാതെ തന്നാൽ മതി. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടിടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.